അപാരമായ ശക്തിയിൽ ഭൂമി കുലുങ്ങിയപ്പോൾ നിമിഷങ്ങൾ കൊണ്ട് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു. 132 പേർ മരിച്ചു. നൂറുകണക്കിന് ആളുകൾ കെട്ടിടങ്ങൾക്കുള്ളിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നു. മരണസംഖ്യ ഉയരാൻ സാധ്യത. കൊളംബിയയെ നടുക്കിയ വൻ ഭൂചലനം രേഖപ്പെടുത്തിയത് 7.4 തീവ്രതയിലാണ്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. അയൽ രാജ്യങ്ങളിലും ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അനുഭവപ്പെട്ടു. കൊളംബിയയിലെ റിസാറാൾഡ പ്രവിശ്യയെയാണ് ദുരന്തം ഏറ്റവും അധികം ബാധിച്ചത്. ബൊഗോട്ടയിൽ നിന്ന് 400 കിലോമീറ്റർ അകലെയുള്ള സാൻജോസ് ഡെൽ പാൽമറാണ് ഭൂമികുലുക്കത്തിന്റെ പ്രഭവ കേന്ദ്രം. അയൽ രാജ്യമായ ഇക്വഡോറിലും വ്യാപക നാശനഷ്ടങ്ങളും മരണങ്ങളും ഉണ്ടായി. ഭൂമിക്കടിയിൽ 100 കിലോമീറ്ററോ അതിൽ കൂടുതലോ ആഴത്തിലാണ് ഭൂചലനമുണ്ടായതെന്നാണ് കൊളംബിയൻ ന്യൂസ് ഏജൻസികൾ പുറത്തുവിടുന്ന വിവരം. ജൂൺ അവസാനം വെനിസുലയിൽ 7.2, 7.5 തീവ്രതയുള്ള ഭൂചലനങ്ങളിൽ നൂറുകണക്കിന് കെട്ടിടങ്ങൾ തകരുകയും 5000-ലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? എന്നാൽ പത്തരമാറ്റ തിളക്കത്തോടെ 10 വർഷമായി പവൻ ഗോൾഡിൽ ആദ്യ കാതുകുത്ത് തികച്ചും സൗജന്യമാണ്. മാത്രമല്ല പരിചയസമ്പന്നരായ ലേഡി സ്റ്റാഫുകളാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കാതുകുത്തുന്നത്. പവൻ ഗോൾഡ്, തിരൂർ.